തനിക്കുണ്ടായ ഗതി തൻ്റെ മകൾക്കും വരരുതെന്ന് കരുതി വടക്കത്തിയുടെ ആത്മാവ് ഇപ്പോഴും ആ ഔട്ട് ഹൗസിന് കാവലിരിപ്പുണ്ട്. അതിനകത്ത് കയറുന്ന ഏതൊരാണിനെയും വകവരുത്താനുള്ള പ്രതികാരദാഹവുമായി. എനിക്ക് നിന്റെ ഈ കഥയൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. വേണ്ട, ആരും വിശ്വസിക്കണ്ട. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളൂ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഉണ്ട് സാറേ. വടക്കത്തിയുടെ മരണത്തിന് ശേഷം ആ ഔട്ട് ഹൗസിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരൊറ്റ മനുഷ്യനും പിന്നെ അധികാരം ജീവിച്ചിരുന്നിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടാ മാത്തുക്കുട്ടിച്ചാൻ ആ മുറി പൂട്ടിയത്. പക്ഷേങ്കിൽ സാറിന് അനിയനത് തുറന്നു. എൻ്റെ പൊന്നു സാറേ, ഈ എൽദോയ്ക്ക് നിങ്ങളോടൊക്കെ ഇഷ്ടം കൊണ്ട് പറയുക. ഇനിയെങ്കിലും ആ ഔട്ട് ഹൗസിൽ കയറരുതെന്ന് JD സാറിനോട് പറയണം. എന്തായാലും ഇതൊരു വലിയ സർപ്രൈസ് തന്നെയാണ് JD. താങ്കളെപ്പോലുള്ളൊരു പ്രശസ്തനായ റൈറ്ററാണ് ഇതുവരെ ഞങ്ങളുടെ എളിയ പരിചരണത്തിന് കീഴിൽ കഴിഞ്ഞിരുന്നതെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മിസ്റ്റർ വിശ്വം, വന്ന ഉടനെ പേഷ്യൻ്റ് ആരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് അതുപോലൊരു ടെൻഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ക്ഷമിക്കണം. JD പോലുള്ളൊരു വ്യക്തിയുടെ ബ്രദറിനോട് കാണിക്കേണ്ട ആദരവ് എനിക്ക് നിങ്ങളോട് കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ഇവൻ പ്രശസ്തനായ എഴുത്തുകാരനായിരിക്കും. പക്ഷേ എനിക്കിവൻ എൻ്റെ അനിയൻ മാത്രമാണ്. ഇവനെ ഒരപകടവും കൂടാതെ ഡോക്ടർ എനിക്ക് തിരിച്ചു തന്നില്ലേ, അത് മതി. ഓക്കെ ഡോക്ടർ, എന്തായാലും എൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പരിചയപ്പെടാനും പരിചരിക്കാനും കഴിഞ്ഞതിൽ എനിക്കും അതിലേറെ സന്തോഷമുണ്ട്. പ്ലഷർ ഇസ് മൈൻ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? തീർച്ചയായും. ആ പിന്നെ, സ്കാനിങ്ങിൽ ഇഞ്ചുറിയൊന്നും കണ്ടില്ലെന്ന് കരുതി സില്ലിയായി വിട്ടേക്കരുത്. തലയ്ക്ക് നല്ല അടിയായി ഏറ്റിരിക്കുന്നത്. വല്ല തലവേദനയോ മറ്റോ വന്നാൽ നിസ്സാരമായി കാണാതെ ഉടനെ വന്ന് ചെക്കപ്പ് ചെയ്യണം. ലോകത്തിന് വളരെ ആവശ്യമുള്ള ബ്രെയിനാണിത്. So then, let me take leave. Okay. Thanks. പതുക്കെ പതുക്കെ, തല അതിലൊന്നും തട്ടാതെ സൂക്ഷിച്ചിറങ്ങ. വിശ്വേട്ടൻ്റെ ഒരു കാര്യം, തലയ്ക്കൊരു അടി കിട്ടി വെച്ചിട്ട് എനിക്ക് നടക്കാൻ പാടില്ലേ? വിശ്വേട്ടനെ ടാക്സിക്കാരനെ വിട്. ആ, ഫോൺ അടിക്കണ്ടല്ലോ. താക്കോലാരുടെ ഇല്ല? താക്കോൽ എൻ്റെ കയ്യിലാ. ആ, ആ, തുറന്നേ, നാദരയായിരിക്കും. ഓ, ജയമോൾക്ക് അവളുടെ അച്ഛനെ കിട്ടാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. പക്ഷേ എങ്ങനെ ഇക്കാര്യം ജയദേവനോട് പറയും? പറഞ്ഞാൽ അവൻ സ്വീകരിക്കുമോ? എങ്ങനെയെങ്കിലും ജയമോളെ ഇവിടെ എത്തിക്കണം. ആ, എൻ്റെ ജുഷമോള് മരിച്ച കാര്യം ഇതുവരെ ജയദേവൻ അറിഞ്ഞിട്ടില്ല. അവളാണെന്ന് ധരിപ്പിച്ച് ജയമോളെ ജയദേവൻ്റെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചാലോ? ഞാൻ പറഞ്ഞാൽ എൻ്റെ മോളെ അവൻ സ്വീകരിക്കില്ലേ? ദേവാ,
ഈ ഗുളിക കഴിക്ക്. ഇനിയെങ്കിലും നീ സൂക്ഷിക്കണം. നിന്റെ വിശ്വാസങ്ങൾ എന്തോ ആവട്ടെ, പക്ഷേ നമുക്കതീതമായ ചില ശക്തികൾ പ്രകൃതിയിലുണ്ടെന്ന് മനസ്സിലാക്കണം. അത്തരം ശക്തികളെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ണിക്കൊള്ളേണ്ടത് പിരികത്തിൽ തട്ടി ഇത്തവണ രക്ഷപ്പെട്ടു. എന്നും അതുപോലെ ആയിന്ന് വരില്ല. ഇതൊരു ഏട്ടൻ്റെ ഉപദേശം മാത്രമാണ്. അല്ലാതെ അറിവിൻ്റെ കാര്യത്തിൽ നിന്റെ അടുത്തൊന്നും നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാ ഞാൻ. സ്ഥാനം കൊണ്ടും അനുഭവം കൊണ്ടും ഏട്ടൻ്റെ ഗുരുവാണ്. ഏട്ടൻ്റെ ഉപദേശങ്ങൾ എൻ്റെ വഴികാട്ടിയും. ഞാൻ രാവിലെ പുറപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുക. നാദറ വന്നിട്ട് ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ ഏട്ടൻ കേൾക്കില്ല. തൽക്കാലം ഇല്ല. കാണണം എന്നെങ്കിലും. സത്യം പറഞ്ഞാൽ മനസ്സിപ്പോഴും ഏകാന്ത ജീവിതത്തിന് പാകപ്പെട്ടിട്ടില്ല. ബന്ധങ്ങളോടൊപ്പം 2 രാവിനപ്പുറം താമസിച്ചാൽ മനസ്സവിടെ വേരുറയ്ക്കാൻ തുടങ്ങും. പ്രത്യേകിച്ചും നിന്റെ ഒപ്പം ആവുമ്പോൾ. ഇങ്ങനൊരു മാറ്റം ഏട്ടനുണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അറിയാം, പക്ഷേ അതിനി വേണ്ട. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ കണ്ടു. അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ശാന്തിയായിട്ടാ ഏട്ടൻ മടങ്ങണേ. എനിക്കിത് മതി. ഏട്ടൻ എന്താ ഉദ്ദേശിക്കണേ? നിന്നെ കാണാൻ കഴിഞ്ഞില്ലേ? ചിതയിൽ വയ്ക്കും മുമ്പ് പെറ്റമ്മയെ ഒരു നോക്ക് കാണാൻ അനുവദിക്കാതെ ആട്ടി ഇറക്കിയിട്ടും ഈ ഏട്ടനോട് നീ പൊറുത്തില്ലേ? ഏട്ടാ, അതെ, ഒരു പുണ്യതീർത്ഥത്തിനും കഴുകിക്കളയാനാകാത്ത ആ കുറ്റബോധം മണ്ണടിയുന്ന കാലം വരെ ഈ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടി വരുമെന്ന് കരുതിയതാ ഞാൻ. ഇനി ഏട്ടന് സമാധാനത്തോടെ യാത്ര തുടരാം. പക്ഷേ ഇന്നലെ ഏട്ടൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ളൊരു സഹായം എന്നിൽ നിന്നും സ്വീകരിച്ചോളാമെന്ന്. അതെ, ഞാനത് മറന്നിട്ടൊന്നുമില്ല. നിന്റെ സഹായം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇറങ്ങാൻ നേരത്ത് പറയാമെന്ന് കരുതിയതാ. വിശ്വട്ടൻ പറ, ഞാൻ എന്താ ഏട്ടന് വേണ്ടി ചെയ്യേണ്ടത്? അത് ഒരു കുടുംബനാഥന്റെ കടമകളിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ചിന്തിക്കുന്നേയില്ല. സന്യാസത്തിനൊരു ലക്ഷ്യമുണ്ട്, ശുദ്ധിയുണ്ട്. അതിലേക്കൊന്നും എത്തിച്ചേരാനായില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് ആ സംസ്കാരത്തെ നിന്ദിക്കാൻ എനിക്കാവില്ല. എന്നുവെച്ചാ മണിയേട്ടത്തേക്കും മകൾക്കും വിശ്വേട്ടനുണ്ടാവില്ല എന്ന്. മണിക്കും എനിക്കുമൊക്കെ ഇനി എന്തു ജീവിതം? അത് വേണ്ടത് ഇനി ഞങ്ങളുടെ മകൾക്കാ. ഒരച്ഛൻ്റെ കടമ എനിക്ക് അവളോട് ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മയാണെങ്കിൽ ദരിദ്രയും. എല്ലാം കൊണ്ടും അവൾ മിടുക്കിയ. പക്ഷേ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് അവൾക്ക് ഉയരാനാവില്ല. അതുകൊണ്ട് നീ തരാമെന്നേറ്റ സഹായം ഞാൻ അവൾക്ക് വേണ്ടി ചോദിക്കുക. എൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മകളെ വളർത്താൻ നിനക്ക് പറ്റുമോ?
കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗീതയ്ക്ക് ചെറിയൊരു പ്രയാസം കാണും. എന്നാലും ബിഷോട്ടനെടുത്ത തീരുമാനമായതുകൊണ്ട് അവൾ എതിരൊന്നും പറയാൻ നിൽക്കില്ല. ജയമോക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തണമെന്നേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിചാരിച്ചാലും എളുപ്പത്തിൽ കാര്യം നടന്നു കിട്ടും. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഇത് ജയദേവൻ അറിയാനിടയായുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ബിഷോട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാം ചിന്തിച്ചും കണക്കുകൂട്ടിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല എൻ്റെ ഹമീദേ. എന്നാലും സ്വന്തം ഏട്ടൻ തന്നെ ഇത് ചെയ്യണ്ടായിരുന്നു എന്നൊരു ചോദ്യം നാളെ ജയദേവൻ മുഖത്തേക്ക് ചോദിച്ചാലോ? ഉത്തരം വിശ്വാന്റെ പക്കലുണ്ടടോ. അവന്റെ മകളെ, അതായത് എൻ്റെ അനിയന്റെ മകളെ, മരിച്ചുപോയ എൻ്റെ സ്വന്തം മകളുടെ സ്ഥാനത്ത് ഞാൻ കണ്ടു. പക്ഷേ ജയദേവൻ ഇങ്ങനൊരു മകളുള്ള കാര്യം അയാൾക്ക് ഇതുവരെ അറിയില്ലല്ലോ. ഇല്ല, അതാണല്ലോ നമ്മുടെ മുമ്പിലെ പ്രശ്നവും. തനിക്ക് ഗീതയിൽ പിറന്ന മകളാണ് ജയെന്ന് അവൻ അറിയുമ്പോഴേക്കും മകളെ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റാത്തൊരു ബന്ധം അവർ തമ്മിലുണ്ടായി കഴിഞ്ഞിരിക്കണം. അല്ലാതെ അറിഞ്ഞ ജയദേവ് മകളെ സ്വീകരിക്കില്ലെന്നാണോ വിശ്വട്ടൻ പറയുന്നത്? ഉറപ്പില്ല. പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ ജീവിതം ഏതാണ്ട് മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നാദിറയുമായുള്ള ബന്ധത്തിന് കോട്ടം വരുത്തുന്ന യാതൊന്നും ജയദേവൻ ഇന്ന് ചെയ്യില്ലെന്നാണ്. ജയന്തി ദേവന്റെ മകളാണെന്ന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പറ്റിയാലോ? മകൾക്ക് നിയമപരമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകണമെന്നേ കോടതി വിധിക്കൂ. അല്ലാതെ അവളെ കൊണ്ടുപോയി വളർത്തിയേ തീരുമെന്നൊന്നും ഒരു കോടതിയും വിധിക്കില്ല. അപ്പോൾ ആ മാർഗത്തിലൂടെയൊന്നും അച്ഛൻ്റെ ഒപ്പം കഴിയാവുന്ന ജയയുടെ ആഗ്രഹം നടക്കില്ല എന്നർത്ഥം അല്ലേ വിശ്വട്ട? അതെ. മാത്രമല്ല, അങ്ങനെയൊക്കെ ചെയ്താൽ മറ്റൊരു ദുരന്തം കൂടി അതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മളൊക്കെ കാണേണ്ടി വരും. ജെ ഡി എന്ന മഹാപ്രതിഭയുടെ പതനം. ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാതെയുള്ള അവൻ്റെ മറ്റൊരു ഒളിച്ചോട്ടം. അത് വേണ്ട ഹമീദേ. അവൻ്റെ മണ്ണിൽ അവൻ്റെ പുതിയ സ്വപ്നങ്ങളുമായി കുറച്ചു കാലം കൂടി അവൻ ജീവിച്ചോട്ടെ. ജയദേവൻ എന്ന ജേഡിയും അവനെ തിരിച്ചു കൊണ്ടുവന്ന നാദിറയും. ജെഡിയും നാദിറയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എനിക്കറിയാം. ആ ബന്ധം തകർന്നാലല്ല, അതിനകത്തൊരു കണ്ണിയായാലേ ജയമോൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടുമെന്നാ എൻ്റെ കണ്ടെത്തൽ. എങ്കിൽ പിന്നെ ഇനി വേറൊന്നും ചിന്തിക്കാനില്ല വിശ്വട്ട. ഇന്ന് എന്നെ ഗീതയെ ചെന്ന് കാണണം. പറ്റുമെങ്കിൽ ഒരു ദിവസം പോലും വൈകിക്കാണ്ട് ജയമോള് ദേവന്റെ അടുത്ത് എത്തിക്കുകയും വേണം. ഇത്രയും കാലം മകൾക്ക് വേണ്ടി ജീവിച്ച ഗീതയ്ക്ക് ആ മകളിലൂടെ ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നീ ഇങ്ങനെ തല പോച്ചാൽ അവസാനം ഭ്രാന്ത് പിടിക്കും കേട്ടോ. അത് തന്നെ ഇതിലും നല്ലത്. പെറ്റു വളർത്തിയ മോൾക്ക് പോലും എന്നെ വേണ്ടാതായി. അവൾക്കിപ്പോ എല്ലാത്തിലും വലുത് അവളുടെ അച്ഛനാ. അങ്ങനെ ഒരാളെ കുറിച്ചുള്ള ചിന്ത പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ ഇട കൊടുത്തിട്ടില്ല. ഇപ്പൊ ദേ ഇതുവരെ അവൾക്ക് അച്ഛൻ ഇല്ലാതാക്കിയത് ഞാനാണ് അവളുടെ മട്ട്. അതൊക്കെ നിന്റെ തോന്നല ഗീതേ. ജയ കൊച്ചുകുട്ടിയല്ലേ. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അച്ഛന്റെ സാമീപ്യം അവളൊന്ന് കൊതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിത്ര അപരാധമായിട്ട് നീ എന്തിനാ കാണുന്നേ? അച്ഛന്റെ സാമീപ്യ സ്നേഹമൊക്കെ അവൾ ആഗ്രഹിച്ചോട്ടെ. കിട്ടുമെങ്കിൽ അത് അവള് സ്വന്തമാക്കുകയും ചെയ്തോട്ടെ. പക്ഷെ അത് എന്നെ വെറുത്തിട്ട് വേണം. ഇതുവരെ ഒരു കറുത്ത മുഖം എന്റെ നേരെ കാട്ടാത്തവള.
ഇപ്പൊ തൊട്ടേനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യ വാശിയായിട്ട് നടക്കുന്നത്. നിന്റെ മനസ്സ് അവളും കാണുന്നില്ല, അവളുടെ മനസ്സ് നീയും കാണുന്നില്ല. അതാ സത്യം. അച്ഛന്റെ പേര് കേൾക്കുമ്പോഴേ ഇങ്ങനായ, നാളെ അച്ഛനെ കിട്ടുമ്പോ അവൾക്ക് എന്നെ വേണ്ടാതാവും. നീ കരുതും പോലൊന്നും ജയമോള് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാലും ഞാൻ അവളെ വിളിച്ചു പറയാം, അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലെന്ന്. ദേ, ആരോ വന്നിട്ടുണ്ട്. നീ ആ കണ്ണുമുഖമൊക്കെ ഒന്ന് തുടച്ചേ. ആ ആ. വിശ്വട്ടൻ പോയിട്ടെന്തായി, കണ്ടോ? ഉം. അവനോടൊപ്പം കഴിയുകയും ചെയ്തു. എന്നെക്കുറിച്ചോ മോളെക്കുറിച്ചോ എന്തെങ്കിലും? ആ, അതിനാണല്ലോ പോയത്. നീ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മോളുടെ കാര്യം അത് പറഞ്ഞില്ല. അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആ സത്യം പെട്ടെന്ന് പറയുമ്പോ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊരു സംശയം എനിക്കും തോന്നി. അച്ഛന്റെ അടുത്തേക്ക് പോകാൻ വല്യച്ഛൻ വരുന്നതും കാത്തിരിക്കുക എന്റെ മോള്. അവളോട് വിശ്വട്ടൻ എന്താ പറയാൻ പോകുന്നേ? ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ജയമോക്ക് അവളുടെ അച്ഛനെ കാണാം, ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യാം. പക്ഷേ ജയദേവന്റെ സ്വന്തം മകളായിട്ടല്ല, വളർത്തുമകളായിട്ട്. എന്നുവെച്ചാ? എന്റെ മകൾ ജിഷയാണ് അവളെന്നാണ് ജയദേവനോട് ഞാൻ പറഞ്ഞത്. എന്റെ മകളെ ഏറ്റെടുത്ത് വളർത്താൻ അവൻ സമ്മതിച്ചിട്ടുണ്ട്. വിശ്വട്ട, അത് അതെ, തൽക്കാലം ജയന്തി ആ നിലയിൽ അവിടെ കഴിയട്ടെ. ഞാൻ തന്നെ അവളെ കൊണ്ടുപോയി ദേവന്റെ അടുത്ത് ഏൽപ്പിക്കാം. അങ്ങനെ നിന്ന് സ്നേഹിച്ച് അച്ഛന്റെ സ്നേഹം അവള് പിടിച്ചെടുക്കട്ടെ. അറിയാതെ ആണെങ്കിലും മകളോടെന്ന പോലൊരു വാത്സല്യം അവന്റെ മനസ്സിലും പടരട്ടെ. അവര് തമ്മില് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായ ശേഷം സത്യം തുറന്നു പറഞ്ഞാൽ ദേവന് പിന്നെ അവളെ നിഷേധിക്കാൻ കഴിയില്ലെന്നാ എന്റെ വിശ്വാസം. പക്ഷേ വിശ്വട്ട, അതിനുവേണ്ടി ഞാൻ എന്റെ മോളെ മറ്റൊരാളെ എങ്ങോട്ട് അയക്കണമെന്നാണോ പറയുന്നേ? അതല്ലാതെ വേറൊരു വഴിയും എന്റെ മുമ്പിൽ തെളിഞ്ഞില്ല ഗീതേ. എടുത്തടിച്ച പോലെ അവന്റെ മോളാണ് ജയന്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ദേവനത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ലെന്ന കാര്യം ഉറപ്പാ. മുഖത്തു നോക്കി അവനത് നിഷേധിച്ചാൽ ആ അപമാനവും കൂടി താങ്ങാൻ നിനക്ക് കഴിയുമോ? അച്ഛനെന്ന മഹാഭാഗ്യം ഒരു ദുരന്തമായി പിന്തിരിഞ്ഞു പോകുന്നത് കണ്ടാൽ നിന്റെ മോക്കത് സഹിക്കാൻ പറ്റുമോ?
എന്നാലും അവൾ ഇവിടുന്ന് പോയാ പിന്നെ എന്റെ ജീവിതം. അവൾ പോകുന്നത് ഒരു നല്ല കാര്യത്തിനല്ലേ ഗീതേ? നിന്റെ മോക്ക് അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇത് സമ്മതിച്ചേ പറ്റൂ.